Hello all, welcome to Plus 2 online classes. 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്റ്റുഡൻസാണ് നാം. നമുക്ക് കൃത്യമായിട്ടുള്ള 6 മന്ത് കാൽക്കുലേഷനൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഫസ്റ്റായിട്ട് നമ്മുടെ ടൈം ഷെഡ്യൂളിലോട്ട് പോവാം. ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ള മന്തുകൾ ഓഗസ്റ്റിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ, ഒക്ടോബർ 3 മന്തായി, നവംബർ, ഡിസംബർ, ജാനുവരി ഇങ്ങനെ 6 മന്തായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് 3.5 ചാപ്റ്റർ ഓരോ മാസത്തിലും കംപ്ലീറ്റ് ചെയ്യുക. മലയാളം 3 ചാപ്റ്റർ, അറബി 2.5. ഇങ്ങനെ ഇതിൽ കാണുന്ന ആ ഒരു കാൽക്കുലേഷനിലായിരുന്നു നമ്മളെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മാത്രം ഒരു മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾ ജാനുവരി ഈ ഒരു മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഫെബ്രുവരി മന്തിൽ നമ്മൾ റിവിഷൻ്റെ മന്തായിട്ടാണ്. അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 വീക്ക് കൊണ്ടൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം ബാക്കി വരുന്ന 2 വീക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്ത് മാർച്ചിലാണ് നമ്മുടെ മോഡൽ എക്സാം നടക്കുന്നത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എടുത്ത സ്റ്റുഡൻസിന് അവിടെ പബ്ലിക് എക്സാമിൻ്റെ പ്രാക്ടിക്കൽ എക്സാമും കൂടെ നടക്കും. അതൊരു മാർച്ച് 15 മുതലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും അതിൻ്റെ ടൈം ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ വരും. കൃത്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ നിർദ്ദേശം നൽകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതുപോലെ സയൻസ് എടുത്ത സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എടുത്ത സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സെൻറ്ററുകളിൽ PCP ക്ലാസ്സുകൾ, പേഴ്സണൽ കോൺടാക്റ്റ് പ്രോഗ്രാം ക്ലാസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് സയൻസ് എടുത്ത സ്റ്റുഡൻസ് പേഴ്സണലായി വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് എന്നാണ് നിങ്ങളുടെ PCP ക്ലാസ്സുകൾ ഉള്ളത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. നമ്മളത് നമ്പർ തരും. കൃത്യമായിട്ട് നിങ്ങൾ എന്നാണ് ക്ലാസ്സുകൾ എന്നുള്ളത് നോക്കിയിട്ട് ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. ഈ PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ എഴുതുക എന്നുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞ് കാണിച്ചു തരും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാനുണ്ട്. പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഈ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും അതുപോലെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുക, ആ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ പാസ്സാവാനുള്ള മാർക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് തരും. അതിൻ്റെ ശേഷം ബാക്കി ഒരു 50% മാർക്ക് നിങ്ങൾ എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഈ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകുന്നു. അതിലൊരു 5-6 ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതി പോകുന്നു. അതിലുള്ള ഏതെങ്കിലും 2-3 ആക്ടിവിറ്റീസിൽ നിന്ന് റിട്ടൺ ആയിട്ട് എഴുതുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുള്ള ചെറിയൊരു റിട്ടൺ എക്സാം ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാം. അതല്ലാതെ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്ക് വാങ്ങേണ്ടതാണ്. അത് നിർബന്ധമാണ്. എന്നാലേ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റുകൾ പാസ്സാകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സയൻസ് എടുത്ത സ്റ്റുഡൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസ് അക്കൗണ്ടൻസി പോലത്തെ സബ്ജക്റ്റുകളൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് വഴി നിങ്ങൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള ടൈം ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുക, റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. അവിടെ 2024 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 2024 ഏപ്രിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറുകളും കാണാൻ പറ്റുന്നതാണ്.
അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ 2022 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ താഴെ കാണാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സർട്ടിഫിക്കേഷൻ ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേഷനിലാണ്. വൊക്കേഷണൽ സബ്ജക്റ്റ് എടുത്ത ആളുകൾക്കാണ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ട് തന്നെ എങ്ങനെയാണോ ഉള്ളത് അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യണം. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ചാപ്റ്റേഴ്സിൻ്റെ പുറത്തുള്ള കുറേ കാര്യങ്ങൾ വരും എക്സാമിന് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് മാത്രമല്ല, ഇതിൻ്റെ പുറത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാരഗ്രാഫ് റൈറ്റിംഗ്, കമ്പൈൻ ടു സെൻറ്റൻസ്, ഇംഗ്ലീഷ് ടെൻസ്, ഗ്രാമർ, അതുപോലെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അത് ഇംഗ്ലീഷിന് മാത്രമല്ല, ഇംഗ്ലീഷും അതുപോലെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ വരുന്നത് എന്നുള്ള ഒരു മോഡലും കൂടെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, അതുപോലെ എങ്ങനെ ആൻസർ എഴുതണം, എത്ര മാർക്കിന് എഴുതണം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ടു താഴെ തന്നെ 2022 ഒക്ടോബർ ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സമയം കൂടുതലുള്ള ആളുകൾ 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റിവ്യൂ ചെയ്ത വീഡിയോ താഴെ കാണാം. അതും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇനി മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്ത വീഡിയോസുകളൊക്കെ നമ്മൾ എക്സാമിൻ്റെ മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് വഴി, വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. 6 മന്ത് കാൽക്കുലേഷൻ്റെ ഒരു 6 മന്ത് കഴിഞ്ഞു. ഇനി ഉള്ള റിവിഷൻ്റെ മന്താണ് ഈ ഒരു മന്ത്. അത് നിങ്ങൾ റിവിഷൻ ചെയ്യുക, അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുക. കൃത്യമായിട്ട് തന്നെ നിങ്ങളെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ പുതിയൊരു കാര്യം, നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് MP3 ക്ലാസ്സസ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ MP3 ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വോയിസുകളും ഇവിടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ബേക്കടിക്കുന്നു. തൊട്ട് താഴെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ്. നമ്മുടെ ഈ MP3 ക്ലാസ്സുകളും മറ്റൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു നോട്ട്, ഇവിടെ താഴെ കാണുന്ന നോട്ടുകൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകൾ മാത്രമാണ്. ഈ നോട്ട് അനുസരിച്ചല്ല ക്ലാസ് എടുക്കുന്നത് വളരെ വൈഡായിട്ട് അതിൻ്റെ എല്ലാ ഏരിയാസുകളും കവർ ചെയ്തിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ ഈ MP3 ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അത് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ NIOS ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നൽകിയിട്ടുണ്ടാവും. അത് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ PDF ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസുകൾ, അതുപോലെ വീഡിയോസുകൾ ആയിട്ടുള്ള NIOS ഡയറക്റ്റ് നൽകുന്ന വീഡിയോസുകളും ചില സബ്ജക്റ്റിനൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PDF ഓപ്പൺ ആവും. ഓക്കെ, ഡൗൺലോഡ് ആവുന്നത് കാണാം. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു നോട്ട്സ് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് ടെക്സ്റ്റ് ബുക്ക്. തൊട്ട് താഴെ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ 60% ചാപ്റ്റേഴ്സ്, അതിൻ്റെ നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ട് താഴെ 26A 26B എന്ന് കാണാം. A എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, B എന്നുള്ളത് നിങ്ങൾ പഠിക്കണ്ട. 26A 27A 28A 29A ഓപ്ഷണൽ മൊഡ്യൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ A ചാപ്റ്റേഴ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം രണ്ടും സെയിം മാർക്കിന് വരുന്നതാണ്. ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B എഴുതിയാൽ മതി. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് A ആണ്, അതുകൊണ്ട് നിങ്ങൾ അത് എഴുതാം. ഓക്കെ, തൊട്ട് താഴെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ നമ്മുടെ അപ്ഡേഷൻ ചെയ്തതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസൈൻ. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക എന്നുള്ള ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മാക്സിമം ഒരു 100 മാർക്കിനാണ് വരിക. വെയിറ്റേജ് ബൈ കണ്ടൻറ്റ്, അതിലെങ്ങനെ നോളജ് എത്രത്തോളം നോക്കണം, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിന് തൊട്ട് താഴെയുള്ളതാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേർഡ് ലിമിറ്റ് 45 വേർഡ്സ് വരെയുള്ള ഇതിൻ്റെ ആൻസർ ചെയ്താലുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കാം.
വെരി ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് മാർക്ക്സ് ഫോർ മൊഡ്യൂൾ വെയിറ്റേജ് ബൈ കണ്ടൻറ്റ്. ഇത് എല്ലാ ക്ലാസ് റൂമിലും നിങ്ങൾ നോക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ തൊട്ട് താഴെ മൊഡ്യൂൾ എന്ന് കാണാം. ഈ മൊഡ്യൂളുകളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക്. ഇപ്പോൾ ഫസ്റ്റത്തെ ഈ മൊഡ്യൂൾ പോയട്രി എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ 10 മാർക്കിനാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, പ്രോസ് എന്നുള്ള രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് 15 മാർക്കിനാണ് വരിക. മൂന്നാമത്തെ മൊഡ്യൂൾ അതിൽ നിന്ന് 25 മാർക്കാണ് വരിക. അപ്പോൾ കൂടുതൽ മാർക്കുകൾ ഉള്ള മൊഡ്യൂളിൽ നിന്ന് കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂൾ ഏതാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏകദേശം ഒരു 50 മാർക്കിനുള്ളത് പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു 33 മാർക്കൊക്കെ വാങ്ങാൻ പറ്റുക, ഒരു ചുരുങ്ങിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രത്തോളം പഠിക്കണം. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞ ആ മൊഡ്യൂളുകൾ അത് ഇതിൽ കാണാൻ പറ്റും. ആ മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നേരത്തെ മുകളിൽ പറഞ്ഞ ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇൻഡെക്സിൽ കാണാൻ പറ്റും ഓരോ മൊഡ്യൂളിൻ്റെ താഴെ ഓരോ ചാപ്റ്റേഴ്സുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു മൊഡ്യൂളുകൾ ഇതിവിടെ കൊടുത്തിട്ടുള്ളത് ഈ മൊഡ്യൂളുകൾ ഈ ചാപ്റ്റേഴ്സ് മാത്രമാണ് വരിക. ഇത് ഏതൊക്കെ മൊഡ്യൂളിൻ്റെ അണ്ടറിലാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൽ കൂടുതൽ മാർക്കിന് വന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട, ടോട്ടൽ 22 ചാപ്റ്റേഴ്സേ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. അത് നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത്. ബാക്കി പിന്നെ നമ്മുടെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഗൈഡ് ബുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് വഴി നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ എക്സാമിൽ കൂടുതൽ ആളുകളും മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റുകൾ സോഷ്യോളജി അതുപോലെ ഹിസ്റ്ററിയാണ്. ഈ ഹിസ്റ്ററിയും സോഷ്യോളജിയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുട്ടികൾ ഇംഗ്ലീഷിലൊന്നും ആരും പോയിട്ടില്ല. ഇംഗ്ലീഷും അതുപോലെ മറ്റ് സബ്ജക്റ്റുകൾ പോയിട്ട്, അപ്പോൾ അതായത് ഇംഗ്ലീഷും മറ്റ് സബ്ജക്റ്റുകൾ കൂടുതൽ സമയം ചിലവഴിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ പഠിക്കും. അത് വേണ്ടത് തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ പൊളിറ്റിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കണം. കാരണം അത് സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് നെവർ മൈൻഡ് ആക്കിയിട്ട് ശ്രദ്ധ കൊടുക്കാതെ പഠിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ജസ്റ്റ് നോക്കി പോകുന്ന ആളുകളാണ് ഈ ഫെയിഡ് ആവുന്നത്. എല്ലാതും കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹിസ്റ്ററി, സോഷ്യോളജി നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ മറ്റ് സബ്ജക്റ്റുകളും ശ്രദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു മന്തിലുള്ള ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് മൊഡ്യൂളുകളിൽ എത്ര മാർക്ക് വരുന്നു, ആ കൂടുതൽ മാർക്കുകൾ വരുന്ന ഒരു 50 മാർക്കിനുള്ള മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള ചാപ്റ്റേഴ്സുകൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നെക്സ്റ്റ് മന്തിൽ മോഡൽ എക്സാം നടക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. മോഡൽ എക്സാം അറ്റൻഡ് ചെയ്താലുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അതുപോലെ കൂടുതൽ മോഡൽ എക്സാം ആവുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കും കൂടെ ചെയ്യുമല്ലോ ഒന്നും കൂടെ. അതൊക്കെ വേണ്ടിയിട്ടാണ്, അതുപോലെ എക്സാം എഴുതി ഒന്ന് പരിചയമാകാനൊക്കെ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നെക്സ്റ്റ് മന്തിൽ നമ്മൾ അറിയിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ക്ലിയർ എത്തുക. ഓക്കെ, താങ്ക് യു.